ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകുന്ന പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൾച്ചർ ഷോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. ഓസ്ട്രേലിയ ഇന്ത്യയും തമ്മിൽ കൾച്ചറലി ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾ പോലും കൾച്ചർ ഷോക്ക് അനുഭവിക്കാതെ പോകുന്നില്ല. ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴും എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് കൾച്ചർ ഷോക്കൊക്കെ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ഓസ്ട്രേലിയൻസ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് പോയത് ഒരു 2007 ഞാൻ പോയത് സ്റ്റുഡന്റ് വിസയിലാണ്. പിന്നെ പോയത് ബ്രിസ്ബൻ സിറ്റിയിലോട്ടാണ്, ക്വീൻസ്ലാൻഡ് സ്റ്റേറ്റിലായത്. അവിടെ വിന്റർ കുറച്ച് തണുപ്പൊക്കെ ആണെങ്കിലും സമ്മർ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മുടെ കേരളം പോലെ തന്നെയുള്ള ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഈ പുതിയ സ്റ്റുഡൻസിനെയൊക്കെ വെൽക്കം ചെയ്യുകയും പിന്നെ അവരോട് ഈ ഓസ്ട്രേലിയയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഇവിടെ നിങ്ങൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്നും എന്തൊക്കെയാണ് ഇവിടെ നോർമൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഈ ഓറിയന്റേഷനിൽ പറയുക. പക്ഷെ ഞാൻ പോയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഓറിയന്റേഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഒരബദ്ധമായി പോയെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം പല കാര്യങ്ങളും നമുക്ക് പിന്നെ പതുക്കെയാണ് മനസ്സിലായി തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് നിന്നപ്പം ഒരു ക്ലാസ്സിൽ അവർ അറ്റൻഡൻസ് എടുക്കുമായിരുന്നു. അപ്പം എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ ഉടനെ, ഒരു സ്ത്രീ ആയിരുന്നു, അപ്പം ഞാൻ ഉടനെ യെസ് മാം എന്ന് പറഞ്ഞ്. ഇന്ത്യയിൽ നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ, യെസ് സാർ അല്ലെ യെസ് മാം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് അവര് കുറെ പേര് എന്നെ ഇനി തിരിഞ്ഞു നോക്കിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ അബദ്ധം പറഞ്ഞു എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ പൊതുവെ എല്ലാവരും പേര് വെച്ചിട്ടാണ് അവരുടെ പ്രൊഫസേഴ്സിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഒക്കെ അഡ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ജോൺ എന്നോ ഡേവിഡ് എന്നോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് അവർ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഈ പേരിന്റെ കൂടെ നമ്മൾ മിസ്റ്റർ അല്ലെങ്കിൽ മിസ് ഇത് ചേർക്കണം. അപ്പൊ സ്കൂളിലെ കുട്ടികൾ ടീച്ചേഴ്സിനെ വിളിക്കുന്ന മിസ്റ്റർ ഡേവിഡ് അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ അങ്ങനെയൊക്കെയാണ്. അതും അവർ ലാസ്റ്റ് നെയിമാണ് അന്നേരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോയപ്പോൾ അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ വർഗീസ് എന്നാണ്. അപ്പൊ അതൊരു പുതിയ കാര്യം ഓസ്ട്രേലിയയിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ ആൾക്കാർ പൊതുവെ ഭയങ്കര പങ്ക്ച്വൽ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ തിയേറ്ററിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാർ, ഓസ്ട്രേലിയൻസ് ആണെങ്കിൽ മിക്കവരും എന്നല്ല എല്ലാവരും അത് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ വന്നിരിക്കും. ഇത് മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മളൊരു ഹിന്ദി സിനിമയൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ ഇന്ത്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇവര് മിക്കപ്പോഴും ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്, 5-10 മിനിറ്റ് ഒക്കെ. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ അതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കും സീറ്റ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ. സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ ഇന്ത്യൻസിനെ കുറിച്ച് അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ട്. അവർ ഒട്ടും പങ്ക്ച്വൽ അല്ല എന്നൊരു ജോക്ക് തന്നെയുണ്ട് ഈ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബസ്സും ട്രെയിനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സീറ്റൊക്കെ കാണുമല്ലോ ബസ്സിനകത്ത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മിക്സ് ചെയ്താ ഇരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കൾച്ചർ ഷോക്ക് ആയിരിക്കും. കാരണം ഞാനാണെങ്കിലും ആദ്യമൊക്കെ ഓസ്ട്രേലിയ വന്നപ്പം പെട്ടെന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു empty സീറ്റ് കാണുകയാണെങ്കിൽ ഞാൻ പൊതുവേ പോയിരിക്കുന്നത് ആരുടെയും ആണുങ്ങളുടെ അടുത്തായിരിക്കും പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ പൊതുവെ ആളുകൾ അങ്ങനെ ചെയ്യാറില്ല. വേറെ ഒരു സീറ്റും കാലി അല്ലെങ്കിൽ മാത്രമേ ആണുങ്ങൾ അങ്ങനെ പൊതുവെ ആണുങ്ങളുടെ അടുത്ത് പോയിരിക്കാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ആണുങ്ങൾ പോയിരിക്കുന്നത് സ്ത്രീകളുടെ കൂടെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒക്കെ പോവാന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള സ്ത്രീകളെ മറ്റ് സ്ട്രേഞ്ചറായിട്ടുള്ള ഒരു പുരുഷന്റെ കൂടെ പൊതുവെ നമ്മൾ അങ്ങനെ സീറ്റ് അടുപ്പിച്ച് ഇരുത്താറില്ല അല്ലെ. പക്ഷെ ഓസ്ട്രേലിയയിൽ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഒരു പുരുഷൻ അവിടെ ഇരിക്കുന്നതെങ്കിൽ അവരെപ്പോഴും സ്ത്രീയെ ആയിരിക്കും ആ ആളുടെ അടുത്ത് ഇരുത്തുക. അപ്പൊ ഇത് എനിക്ക് പലർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഓസ്ട്രേലിയയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആൾക്കാർ പൊതുവെ കുറച്ച് ഫ്രണ്ട്ലി ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ വരുമ്പം ഇങ്ങനെ വിചാരിച്ചു ഭയങ്കര റേസിസം ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടക്കാനൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളെ ഇപ്പോൾ ഒരു സ്ട്രേഞ്ചർ കാണുവാണെങ്കിൽ ഉടനെ വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുക. ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഷോക്കായിരിക്കും. അവർ വിചാരിക്കും എന്തിനാ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞെന്നൊക്കെ വിചാരിക്കും, എനിക്ക് അയാളെ അറിയത്ത് പോലും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് ഇവിടെ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ അവിടെ ശ്രദ്ധിച്ചത്, ബ്രിസ്ബൻ എന്ന് പറയുന്ന കുറച്ച് വെള്ളത്തിനൊക്കെ ക്ഷാമം എന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആ വെള്ളം ഉപയോഗിക്കുന്നതിനൊക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പം അവരുടെ ബാത്റൂമിന്റെ ഷവറിനകത്ത് ഒരു ടൈമർ ഉണ്ടായിരുന്നേ. അപ്പോൾ ടൈമർ വെച്ചേക്കുന്ന ഒരു 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ഷവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചു, ഇനി 3 മിനിറ്റിനുള്ളിൽ കുളിച്ചില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിട്ട് വണ്ടി കഴുകുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അലൗഡ് അല്ല. അതിനായിട്ട് പ്രത്യേകം കാർ വാഷ് ഉണ്ട്. അവിടെ പോയി നമ്മൾ
പൈസ മുടക്കി വേണം വണ്ടി കഴുകാനായിട്ട്. വീട്ടിലിട്ട് വണ്ടി കഴുകുക എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന സംഭവമല്ല. പിന്നെ എല്ലാ ഇന്ത്യൻസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ടോയ്ലറ്റിലെ പ്രശ്നം, ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ മിക്ക വീടുകളിലും ടോയ്ലറ്റിലാണെങ്കിൽ ഈ വെള്ളം കാണത്തില്ല. അപ്പം ഇതായിരിക്കും ഇന്ത്യൻസിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കൾച്ചർ ഷോക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ത്യൻസ് പൊതുവെ ഇവിടെ വന്ന് വീടൊക്കെ വെക്കുകയാണെങ്കിൽ അവർ പൊതുവെ ഈ വെള്ളത്തിന്റെ പരിപാടി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു മെയ്ഡിനെ വെക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഇല്ല. അപ്പോൾ ജോലിക്കാരൊന്നും പൊതുവെ ഒരു ആവറേജ് ഇൻകം ഉള്ള ആൾക്കാരാണെങ്കിലും ഇവരങ്ങനെ മെയ്ഡിനെ വീട്ടിൽ വെക്കാറില്ല. അപ്പോൾ വീട്ടിലുള്ള സകല ജോലിയും, അതായത് ക്ലീനിങ്, കുക്കിങ്, പിന്നെ വീടിന് പുറത്തുള്ള ലോൺ മൂവിങ്, ഇതെല്ലാം ചെയ്യുന്നത് വീട്ടുകാർ തന്നെ ആയിരിക്കും മിക്കപ്പോഴും. ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു നെയ്ബർ ഒരു പ്രായമായ അമ്മച്ചിയായിരുന്നു. അവർക്കൊരു 90 വയസ്സെങ്കിലും കാണും. പക്ഷെ അവര് ആ 90ാമത്തെ വയസ്സിൽ അവർ തന്നെയായിരുന്നു അവരുടെ പുല്ല് വെട്ടുന്നതും എന്ന് വെച്ചാൽ ലോൺ മൂവിങ് ചെയ്തതൊക്കെ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ കുറെ ആക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇവർ കുറെ നാളിങ്ങനെ നല്ലതായിട്ടൊക്കെ പോകുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻസ് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുകയാണെങ്കിൽ ഒരാളെ കാണുന്ന ഉടനെ കൂടുതൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല അവരുദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാളെ കണ്ട ഉടനെ തന്നെ അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, കല്യാണം കഴിച്ചതാണോ, എന്തുവാ ജോലി, ശമ്പളം എന്തുവാ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ചോദിക്കരുത്. ഇതൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് കരുതുന്ന കുറെ കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ കുറെ കൂടെ പരിചയപ്പെട്ടതിന് ശേഷം വേണം ഇതൊക്കെ ചോദിക്കാൻ. പിന്നെ ഒരു കൾച്ചർ ഷോക്ക് എന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇത് നല്ലൊരു കൾച്ചർ ഷോക്കാണ്. കാരണം ഇവിടെ വണ്ടിയുടെ ഹോണിന്റെ ഒരു ശബ്ദവും നിങ്ങൾ ഒരിക്കലും കേൾക്കത്തില്ല. കാരണം ഇവിടെ ആവശ്യമില്ലാതെ ആൾക്കാർ ഹോങ്ക് ചെയ്യാറില്ല. വെറുതെ കയറി ഹോങ്ക് ചെയ്യുവാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ ചീത്ത വിളിച്ചെന്ന് വരും. ഇവിടെ യൂഷ്വലി ആൾക്കാർ ഹോങ്ക് ചെയ്യുന്നത് ട്രാഫിക് ലൈറ്റിൽ ഇരുന്ന് ആരെങ്കിലും ഉറങ്ങി പോവുമോ, അല്ല പെട്ടെന്ന് വണ്ടി എടുക്കാതെ അവിടെ സ്റ്റക്ക് ഇരിക്കുവോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും റൂൾസ് തെറ്റിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിലാണ് ഒരാൾ മറ്റൊരാളുടെ നേരെ ഹോങ്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോങ്കിങ് ആരും അങ്ങനെ പൊതുവെ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്ന കുറേ കാര്യങ്ങൾ. ഇനിയും കാണും കുറേ, പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലൂടെ പോകാതിരിക്കുന്ന സ്റ്റുഡൻസ് ആയാലും അല്ലാതെയും ജോലി കിട്ടിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.